സ്വാതിരുന്നാളും സ്വാതിരുന്നാളുടെ ചെറിയമ്മയുടെ ഭർത്താവ് അവിടുത്തെ ആളാണ്, കിളിമാനൂർ കൊട്ടാരത്തിലെ ആളാണ്. ആദ്യമായിട്ട് അവിടെ വന്നപ്പോൾ ആ മാളികയുടെ മുകളിൽ അവിടുത്തെ തമ്പുരാട്ടിമാർ 2-3 പേരേ ഉള്ളൂ അന്ന്. വിദ്വാൻ തമ്പുരാൻ്റെ അമ്മയും വേറെ രാജാരി വർമ്മയുടെ അമ്മൂമ്മയും പിന്നെ ഒരു സഹോദരിയും കൂടെ, അങ്ങനെ 3-4 പേരാണ് അവിടെ ഉള്ളത്. അപ്പം കുട്ടികളെയും കൊണ്ട് അവിടെ മുകളിൽ ചെന്ന് സംസാരിച്ചപ്പോൾ വിദ്വാൻ തമ്പുരാൻ്റെ അമ്മ പറഞ്ഞു, ഉണ്ണി ഇത്തവണ രാജരുദ്രൻ്റെ അവിടെ പോയപ്പോൾ ഒരു ശ്ലോകം ചൊല്ലി നമസ്കരിച്ചു എന്ന് പറഞ്ഞു. കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വിതതകുടിലകേശം വിദ്യമാനേന്ദുലേശം കമലസര വിനാശം കാളമേഘപ്രകാശം വനചരതനു ഈശം ഭൈരിണാങ്കാലവാസം സുഖകരിണപുരേശം പാവയേ പാർവതീശം. ചിന്തയാമി ദേവേശം സർവഭുവനാധീശം ചിന്തയാമി ദേവേശം സർവഭുവനാധീശം ചിന്തയാമി ദേവേശം സർവഭുവനാധീശം നാരദ സനകാദിവിനുദമാശ്രയേഹമനീശം ചിന്തയാമി ദേവേശം സർവഭുവനാധീശം നാരദ സനകാദിവിനുദമാശ്രയേ. എല്ലാവർക്കും നമസ്കാരം. ചിന്തയാമി ദേവേശം എന്നുള്ള ഒരു മഹത്കൃതി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത് അങ്ങനെ തോന്നിച്ചതിന് എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തുറക്കാർ പ്രകാശ് വർമ്മയോട് കടപ്പെട്ടിട്ടുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ ഒരു ചരിത്ര വഴി നോക്കിയാൽ ഒരുപക്ഷെ ഇത്രയും ഗാംഭീര്യമായി ദീക്ഷിതർ കൃതികൾക്ക് ശേഷം വളരെ കുറച്ച് കൃതികൾ മാത്രമേ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ശ്രേണിയിൽ എനിക്ക് തോന്നുന്നു ശ്രീ പ്രകാശ് വർമ്മയുടെ കൃതി ഒരു സംശയവും വേണ്ട, കൃത്യമായി കഥ പറയുക മാത്രമല്ല, അത് ദേവനെ സ്തുതിക്കുന്ന രീതിയിലാണെങ്കിലും ഇതെല്ലാം മ്യൂസിക്കലി ഒരു മീറ്ററിൽ വരികയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസ്കൃതത്തിലൊരു കവിത എഴുതുക അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുമ്പോഴുള്ള ഏറ്റവും വലിയ ചാലഞ്ചും അത് തന്നെയാണ്. അതിൽ മ്യൂസിക്കലായിട്ടുള്ള പദങ്ങൾ വേണം. ചിന്തയാമി ദേവേശം എന്ന് തുടങ്ങുന്ന വരി തന്നെ മ്യൂസിക്കലാണ്. അപ്പം മ്യൂസിക്കലി അലൈൻഡ് ആയിട്ടുള്ള വാക്കുകൾ ഒരു സംസ്കൃത ജ്ഞാനിയായിട്ടുള്ള ഒരു കവിക്ക് മ്യൂസിക്കലി പ്രസൻറ്റ് ചെയ്യാൻ, മ്യൂസിക്കിന് വേണ്ടി എഴുതാൻ നല്ല പ്രയാസമാണ്. എന്ന് മാത്രമല്ല ഒരു ഗിഫ്റ്റാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് തന്നെ പലപ്പോഴും റഫീഖ് അഹമ്മദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ സിനിമാ പാട്ട് എഴുതുന്നതിൽ എനിക്ക് അസൂയുണ്ട് എന്നുള്ളതാണ്. കാരണം ചുള്ളിക്കാടിൻ്റെ കവിതയെക്കുറിച്ച് നമുക്ക് രണ്ടഭിപ്രായമല്ല. പക്ഷേ സംഗീതത്തിന് വേണ്ടി എഴുതുമ്പോൾ, ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ, ഒരു പാട്ട് എഴുതുമ്പോൾ അതിന് വേണ്ട പദപ്രയോഗങ്ങൾ ഒരു പ്രത്യേക രീതിയിലായിരിക്കണം. ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ഒന്നുമില്ല, പക്ഷേ മ്യൂസിക്കലി അലൈൻഡ് ആയിരിക്കണം എന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഈ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യാപ്തിയായിട്ടത് പറഞ്ഞത്. ഈ ഒരു ചുറ്റുപാടിലാണ് പ്രകാശ് വർമ്മ എന്ന ഒരു, ഇപ്പം ഞാൻ വാഗ്ഗേയകാരൻ എന്ന് വിളിക്കും. കാരണം കർണാടക സംഗീതത്തിന് ഒരു സാഹിത്യം എഴുതാൻ സാധിക്കുന്നത് വാഗ്ഗേയകാരനായ ഒരാൾക്കേ സാധിക്കൂ, അല്ലാതെ ഒരു കവിക്ക് സാധിക്കില്ല. അപ്പോൾ അത്
പ്രകാശ് വർമ്മയുടെ ഈ ഒരു കൃതി എനിക്ക് പാടാൻ സാധിച്ചത് എനിക്ക് വളരെ വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഒരുപാട് കാരണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്രയോ നാളുകളായിട്ട് ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ ഒരു മഹത് പാരമ്പര്യമാണ്. അതിനൊക്കെ ഈ രണ്ട് അമ്മമാരുടെയും ഒരു റോൾ എന്ന് പറയുന്നത് വളരെ വലുതുമാണെന്നും എനിക്കറിയാം. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൂടെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പൂർണ്ണത്രയീശൻ്റെ കാര്യം പറഞ്ഞാൽ അത്രയും റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ദേവൻ നമ്മുടെ ദേശത്തുണ്ടോ എന്നുള്ള സംശയമാണ്. എങ്ങനെ നോക്കിയാലും അകവും പുറവും ഹൈലി റിച്വലിസ്റ്റിക് ആണ്. ആ ചിട്ടയൊക്കെ ഈ കൃതിയിൽ പ്രതിഫലിക്കണു എന്നുള്ളതാണ്. ആ ചിട്ട, ആ റിച്വലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബാന്ധവം ഈ കൃതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഈ കൃതി സത്യം പറഞ്ഞാൽ ലേശം ഭയത്തോടുകൂടി അപ്രോച്ച് ചെയ്യേണ്ടി വന്നിരുന്നു. കാരണം ആ ഒരു ചിട്ട വിടാതെ നമുക്ക് പാടേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ചിട്ട ചെയ്യേണ്ട അവസ്ഥ, അത് ഒരു ഭയം ഉളവാക്കുന്ന ഒരു കാര്യം ആയിരുന്നു. ഞാൻ അധികം സമയം എടുത്തിട്ടാണ് ആക്ച്വലി അത് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു പ്രകാശ് വർമ്മ ഉദ്ദേശിച്ച പോലെ തുടക്കം രീതികവള അദ്ദേഹം മനസ്സിൽ ഉണ്ടായിരുന്നു അത്രേ. അത് എന്നോട് പറയാൻ മടിയായതുകൊണ്ട് പറഞ്ഞില്ല. അത് എങ്ങനെയോ ആ മാനസിക ഐക്യം വരാൻ സാധിച്ചത് ഒരു വളരെ വലിയ ഇതൊക്കെയാണ് നമ്മൾ മാജിക് അവർ എന്നൊക്കെ പറഞ്ഞ ഒരു മാജിക് മൂമെൻ്റാണ്. പലപ്പോഴും ഒരു സൃഷ്ടാവും അതിൻ്റെ ലിറിസിസ്റ്റും ഒക്കെ വിചാരിക്കുന്നത് ഒന്ന് തന്നെ എന്നുള്ളൊരു നിലയ്ക്ക് എത്തുന്നത് വളരെ വളരെ വിശേഷപ്പെട്ടൊരു കാര്യമാണ്. ഈ രണ്ടമ്മമാരും അത് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നോട് പറയുമായിരുന്നു, അപ്പോൾ നന്നായി എന്ന് പറയുമായിരുന്നു. എല്ലാ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ടമ്മമാർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്നാശംസിച്ച്, പ്രകാശ് വർമ്മ ഇനിയും കൃതികൾ എഴുതണം എന്നാഗ്രഹിച്ച് ഞാൻ പരമ്പരാഗതമായിട്ട് കിട്ടിയ അറിവ് പോരാ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന അറിവ് എല്ലാം ഉണ്ട്. പ്രകാശിൻ്റെ ഇത് കേട്ടപ്പോൾ തന്നെ, ആദ്യത്തെ കേട്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. ഇത്ര നാളിത് എവിടെയോ ഒളിച്ചിരുന്നതെന്ന് തോന്നി ഉള്ളിൽ. അതെല്ലാം അങ്ങനെയാണ്, സമയമാവുമ്പോഴേ എല്ലാം പുറത്തേക്ക് വരുള്ളൂ എന്നാണ്. അതിനൊരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു കാലം. ഭഗവാൻ തന്നെ പറയണ്ടല്ലോ, എല്ലാത്തിനും കാലം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോഴേ പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ഉള്ളിലുണ്ടാവും വിത്ത് മുളയ്ക്കുന്നത്. മഴ പെയ്യുമ്പോഴേ വിത്ത് മുളയ്ക്കുള്ളൂ, എത്ര നേരം മണ്ണിൽ കിടന്നാലും. അതുപോലെയാണ് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുന്നത്. അതൊരിക്കലും മറക്കരുത് ആരാണെങ്കിലും. അഹങ്കാരം ഒരിക്കലും വരാൻ പാടില്ല. ഭഗവാന്റെ അനുഗ്രഹം മേൽക്കുമേൽ എൻ്റെ കുട്ടികൾക്കും കുട്ടികളുടെ കുട്ടികൾക്കും തലമുറയായിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പൂർണ്ണത്രയീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. സന്തോഷം, നന്ദി, നമസ്കാരം. ഈ ഒരു മുഹൂർത്തത്തിൽ ഞാനും എൻ്റെ അമ്മയെയാണ് സ്മരിക്കുന്നത്. സംഗീത സാഹിത്യങ്ങളെക്കുറിച്ച് സ്വതേ തന്നെ ഒരു ചൊല്ലുണ്ടല്ലോ, ഏകമാപാത മധുരം അന്യത് ആലോചനാമൃതം എന്ന്. സംഗീതം കേട്ട മാത്രയിൽ നമ്മളെ ആനന്ദിപ്പിക്കുന്നു. ഭാഷ എന്തോ ആകട്ടെ, അർത്ഥമെന്തോ ആകട്ടെ, അതിനെപ്പറ്റി നാം ചിന്തിക്കുന്നില്ല, ആസ്വദിക്കുന്നു. ഏതെല്ലാം ഭാഷകളിലുള്ള സംഗീതം നമ്മൾ ആസ്വദിക്കുന്നു. പക്ഷേ സാഹിത്യം അങ്ങനെയല്ല. ആലോചനാമൃതം, അതിൻ്റെ അർത്ഥമറിഞ്ഞ് ഭാവമറിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ആ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സമന്വയം, അത് രണ്ടും ചേരുമ്പോഴാണ് ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. ഇവിടെ ആ പൂർണ്ണത എനിക്ക് അനുഭവപ്പെട്ടു അത് കേട്ടപ്പോൾ എന്ന് പറയുകയാണ് ഞാൻ. ഇന്ന് അമ്മ ഉണ്ടെങ്കിൽ ഈ മുഹൂർത്തത്തിൽ ഏറ്റവും അധികം കൃതാർത്ഥത അനുഭവിക്കുന്നത്, നിർവൃതി അനുഭവിക്കുന്നത് അമ്മയായിരിക്കും. എങ്ങനെ എഴുതാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കൃത്യമായിട്ടൊരു ആൻസർ ഇല്ല. അത് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു പലതവണ ഇതിനു മുന്നേ. അദ്ദേഹത്തെ ഭജിച്ചപ്പോൾ, നല്ലോണം ഭജിച്ചിരുന്ന ഒരു സമയത്താണ് കുറച്ച് എഴുതാൻ പറ്റിയത്.
അതുമാതിരി സംസ്കൃതത്തിൽ എഴുതണമെന്ന് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത് എഴുതിയതല്ല. ചെറിയമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്താണ് ഇത് ആദ്യം വായിച്ച് കേൾപ്പിച്ചത്. രണ്ടുപേരുടെയും മുമ്പിലാണ് ആദ്യം വായിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ചെറിയമ്മ പറഞ്ഞപ്പോഴാണ് ഇത് സംസ്കൃതത്തിലാണല്ലോ നീ എഴുതിയേക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അത് ഞാൻ റിയലൈസ് ചെയ്തത് ഇത് സാൻസ്ക്രിറ്റ് ആണ് ഫുള്ളായിട്ടെന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് ശ്രീവത്സൻജി, ഈ പാട്ടിനെ ഇത്രയും എലവേറ്റ് ചെയ്തതിന്, ഒരു ക്ലാസിക് കൃതിയാക്കി മാറ്റിയതിന്. ഈ അവസരത്തിൽ ഞാൻ ആദ്യം പറയേണ്ടായിരുന്നു, അമ്മൂമ്മയാണ് സ്മരിക്കണത്. ആദ്യമായിട്ട് ഹരിശ്രീ എഴുതിച്ച് അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മളെല്ലാവരെയും കൊണ്ടുവന്നത്, എല്ലാ കുട്ടികളെയും അമ്മൂമ്മയാണ്. അതുപോലെ അമ്മൂമ്മ തന്നെയാണ് എന്നെയും. അപ്പോൾ അമ്മൂമ്മയെ സ്മരിക്കണു, അച്ഛനെ സ്മരിക്കണു. സാഹിത്യത്തിലും ഫിലോസഫിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തന്നത് വീട്ടിലെ ലൈബ്രറിയിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പല പല ഓർമ്മകളുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയും എഴുതാൻ പറ്റുമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. വന്ന് ഇവിടെ ഇത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. വയലിൻ വായിച്ചിരിക്കുന്നത് എടപ്പള്ളി അജിത് സാറും, മൃദംഗം ബാലകൃഷ്ണൻ കമ്മത്ത്, പിന്നെ ഘടം ശ്രീജിത്ത് വെള്ളാറ്റന്നൂരാണ്. ആശ്രയേ